Dear students, നമ്മൾ ഇന്ന് TNTU B.Ed ഫസ്റ്റ് ഇയർ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, explain the levels of social diversity in region, religion and casteism. Explain how levels of social diversity varies in language among individuals. അതുപോലെ what is social diversity? Why should we understand social diversity? Discuss its causes and effects. And last one എന്ന് പറയുന്നത് explain about the role of education as an important factor to understand the social diversity. നമുക്കിവ ഓരോന്നും എങ്ങനെയൊക്കെ എഴുതണമെന്നൊക്കെ നോക്കാം. എല്ലാ പാഠത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, എല്ലാ ചോദ്യത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. ഈ ഒരു പാഠം സെന്റർ ചെയ്തിട്ടുള്ളത് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരേ ഒരു ടോപ്പിക്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ക്വസ്റ്റ്യനും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും ഉണ്ടാക്കി വെക്കാം. പിന്നെ ബോഡി ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് സോഷ്യൽ എന്താണ്, ഡൈവേഴ്സിറ്റി എന്താണെന്ന് തിരിക്കാം. അതായത് ഒന്നും അറിയില്ലെങ്കിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റിന്റെ മീനിങ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചവർക്ക് അത് എഴുതാം. അല്ലെങ്കിൽ സോഷ്യൽ എന്താണ്, ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കുക. സോഷ്യൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സൊസൈറ്റി, ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറൻസസ്. സോ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദ ഡിഫറൻസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി എന്ന് ജനറൽ ആയിട്ട് അവിടെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ റിലീജിയസ് ഡൈവേഴ്സിറ്റി, റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് എക്സാമ്പിൾസ് കൊടുക്കുക. അത് മാത്രമല്ല ടൈപ്സ് ഓർ ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റിയും കൂടെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഒരു 5-6 പേജൊക്കെ എഴുതണം, 5 പേജ് മിനിമം എഴുതണം. എന്നാലേ നമുക്ക് ഒരു 40 പേജിലൊക്കെ ആ ഒരു അത്രയും പേജ് നമ്മൾ എഴുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു പേജിൽ മൊത്തമായിട്ട് നമുക്ക് എഴുതണമെങ്കിൽ ടൈപ്സും കൂടി അതിൽ ഉൾപ്പെടുത്താം. ഇതിൽ ടൈപ്സ് ഉൾപ്പെടുത്തുമ്പോൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 6 ടൈപ്പ് ഉണ്ട്. അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 6 ടൈപ്പ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, റീജിയണൽ, ലിംഗ്വിസ്റ്റിക്, റിലീജിയൻ, കാസ്റ്റിസം, ട്രൈബൽ. എക്സ്പ്ലനേഷൻ എഴുതുമ്പം ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഇൻഡിവിജ്വൽ, ഡൈവേഴ്സിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇൻഡിവിജ്വൽ, അത്രേ എഴുതണ്ടോ. ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ എഴുതാം, ഒരു വരിയിലോ 2 വരിയിലോ. ഇത് മൊത്തം കൂടി നമുക്കൊരു പേജിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പൊ ഒരു പേജ് അവിടെ തീർന്നു. ഇനി 3 പേജേ നമ്മൾ എഴുതണ്ട, അല്ലെങ്കിൽ 4 പേജേ എഴുതണ്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഇത്രയും ഇൻട്രൊഡക്ഷനിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ബോഡിയാണ്. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ വേണ്ടതെന്നാണ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ നമ്മൾ എഴുതേണ്ടതെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷൻ ചെയ്യുന്ന വാല്യൂ ആണ് യൂണിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഒക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ റീജിയൻ, റിലീജിയൻ ആൻഡ് കാസ്റ്റിസം. റീജിയൻ, റിലീജിയൻ ആൻഡ് കാസ്റ്റിസം, ഇത്രയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നോക്കാം നമുക്ക്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രോ എഴുതുക. ഇതത്രയും ഇൻട്രോ ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ വേണ്ടത് ബോഡിയാണ്. ബോഡീനെ നമുക്ക് 2 തരത്തിൽ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. അതായത് ബോഡിയിൽ ഒരു വലിയൊരു ഹെഡിങ് കൊടുത്തിട്ട് ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ റീജിയൻ, റിലീജിയൻ ആൻഡ് കാസ്റ്റിസം എന്ന് പറഞ്ഞ് ഒരു വലിയ ഹെഡിങ് കൊടുത്തിട്ട് റീജിയനിലേത് എന്താ, റിലീജിയനിലേത് എന്താ, കാസ്റ്റിസത്തിലെ എന്താന്ന് സബ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ റീജിയൻ എന്നുള്ള ഒരു ചെറിയ സബ് ഹെഡിങ് കൊടുക്കുക. അത് എഴുതി കഴിഞ്ഞിട്ടാകുമ്പം ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ റിലീജിയൻ, ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ കാസ്റ്റിസം, ഇങ്ങനെ 3 ഹെഡിങ് ആയിട്ടും എഴുതാൻ പറ്റും. അത് നിങ്ങൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യാൻ ആലോചിക്കുന്നത് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 ടൈപ്സ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താണ്, അതിന്റെ കോസസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഓൾ മെൻ ആർ യുണീക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ഉണ്ട്. രണ്ടും ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റിനെ ജെനറ്റിക്സ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ജീൻസ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട്. അത്
നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഡൈവേഴ്സിഫിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, ഓരോരോ ആളും വളരുന്ന എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്. ഇനി സെയിം ട്വിൻസ് ആണെങ്കിൽ പോലും നമ്മൾ സ്വാംശീകരിക്കുന്നത് ഡിഫറെന്റ് കാര്യങ്ങളാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റിയിൽ അത്രേ കാര്യമായിട്ട് പറയാനുള്ളൂ. ആ ഒരു പോയിന്റ് ആണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ബോത്ത്. പിന്നെ റീജിയണൽ ഡൈവേഴ്സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു റീജിയൻ എന്നുള്ളത്. ഇവിടെ വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അപ്പോൾ റീജിയണൽ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ബോഡിയിൽ ഒരു ഹെഡിങ് എഴുതുമ്പോൾ അതിന്റെ താഴെയും ഇൻട്രൊഡക്ഷൻ ഒന്ന് എഴുതാം. അതിൽ നമുക്ക് പിന്നെ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. അതായത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ റീജിയൻ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ അമേരിക്കയിലും ഇന്ത്യയിലും നോക്കുകയാണെങ്കിൽ അങ്ങനെ റീജിയണൽ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ബ്രോഡ് ആക്കുക എന്നുള്ളത്. ഒരു പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കോസസ് എന്ന് എഴുതാം. കോസസ് എന്ന് എഴുതുമ്പോൾ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ജോഗ്രഫിക്കൽ കോഴ്സസ് ഉണ്ട്. അതിൽ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പം നമുക്ക് പറയാം ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളം തമിഴ്നാടും തമ്മിൽ ഒരു ചെറിയൊരു സഹ്യാദ്രിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്ത റീജിയൻ ആയിട്ടാണ്. അതായത് റീജിയണൽ ഡൈവേഴ്സിറ്റി അവിടെ വളരെ പ്രകടമായിട്ട് കാണാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ജോഗ്രഫിക്കലിൽ എഴുതാം. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോഴ്സസ് നോക്കുക, രണ്ട് രാജാക്കന്മാർ ഭരിച്ചത് കൊണ്ട് റീജിയണിലുള്ള ഡിഫറൻസസ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹിസ്റ്റോറിക്കലിൽ നമുക്ക് എഴുതാം. പിന്നെ ഒന്നാണ് എക്കണോമിക്, പൊളിറ്റിക്കൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്തോർത്ത് 4 പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. എക്കണോമിക്കൽ ആകുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതൊക്കെ എഴുതാം. അതായത് ഡെവലപ്മെന്റ് മൂലം ഉണ്ടാവുന്ന റീജിയണൽ ഡിസ്പാരിറ്റീസ്, അതായത് അർബൻ റൂറൽ ഡിവൈഡ് ഒക്കെ വരുന്നത് എക്കണോമിക് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. പിന്നെ പൊളിറ്റിക്കൽ ആണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ പല റീജിയൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു MLA ഭരിക്കുന്ന റീജിയനും മറ്റൊരു MLAയുടെ അധികാരത്തിലുള്ള റീജിയനും രണ്ടിന്റെയും ഡെവലപ്മെന്റ് വ്യത്യാസമാണ്, രണ്ടിന്റെയും കുറച്ചൊക്കെ കൾച്ചേഴ്സ് ഒക്കെ വ്യത്യാസമാണ് എന്നുള്ളൊരു തരത്തിൽ അതും എഴുതി വെക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഹെഡിങ് ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. പക്ഷെ എഴുതുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഇത്രയാണ് റീജിയണലിൽ പറയാനുള്ളത്. ലിംഗ്വിസ്റ്റിക് ആണെങ്കിലും ഈ കോസസ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് തന്നെയായിരിക്കും. ജോഗ്രഫിക്കല്, ഹിസ്റ്റോറിക്കല്, എക്കണോമിക്കല്, പൊളിറ്റിക്കല്. ഇത്രയും 4 പാരഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. ലിംഗ്വിസ്റ്റിക്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 1500ഓളം ഭാഷകള്, അതായത് ലോക്കൽ ഡയലക്ട്സിലുള്ള ഭാഷകള് ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് എഴുതുക. അതുപോലെ തന്നെ ഇന്ത്യ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് കൺട്രിയാണ്. അത് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വലിയൊരു ചോദ്യമായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ള തരത്തില്. അപ്പോൾ അതിൽ നമുക്ക് ഇതൊക്കെ എഴുതാം. നമ്മുടെ പോട്ടി ശ്രീരാമലു ഫാസ്റ്റ് അണ്ടിൽ ഡെത്ത് നടത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷന് വേണ്ടിയിട്ട്, ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്കുണ്ട്. നമുക്ക് 1500ലധികം പിന്നെ ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ ദ്രവീഡിയൻ ലാംഗ്വേജസ് ആണ്, നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്തോ ആര്യൻ ലാംഗ്വേജസ് ആണ് ഒക്കെ എഴുതാം. പിന്നെ കോഴ്സസ് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഹെഡിങ്ങിൽ ആലോചിക്കുക, എന്നിട്ട് ഓരോ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കുക. ഇത്രയാണ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയിലുള്ളത്. ഇനി ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയിലുള്ള ലെവൽസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ കോഴ്സസ് എഴുതി. ഇനി കോഴ്സസ് മാത്രം എഴുതിയാൽ പോരാ, ആ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, അതായത് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്, നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരം ലാംഗ്വേജിൽ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പല തരത്തിലുള്ള ഐഡന്റിറ്റി ഉണ്ടാവുക എന്നാണ്. നമ്മളൊരു ഇപ്പം നമ്മൾ തന്നെ പുറത്തു പോയാലും മലയാളികളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്ന ആള് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വന്തം പോലെയാണ് തോന്നുന്നത്. സോ ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഈ ഡൈവേഴ്സിറ്റിക്ക് സാധിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് നോക്കുവാണെങ്കിൽ ആസ് എ നേഷൻ ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജസ് വരുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്കൺവീനിയൻസ് ഉണ്ടാവാം, ഇൻകൺവീനിയൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത്രയും ലാംഗ്വേജസ് ഉള്ള
അതായത് ഒരു ലാംഗ്വേജ് വാർ, തമിഴാണോ നല്ലത്, മലയാളികളാണോ നല്ലത്, മലയാളം ആണോ തമിഴാണോ നല്ലത് എന്നുള്ള ഒരു ടൈപ്പിൽ, അതായത് മലയാളം പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ഇത് നമുക്കുണ്ടാവും, തമിഴിയൻസിനാണെങ്കിൽ തമിഴ് പ്രൊമോട്ട് ചെയ്യാനുള്ളത് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇത്രയാണ് ആ ക്വസ്റ്റ്യന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ കൺക്ലൂഷൻ. ഇവിടെയാണെങ്കിൽ റീജിയൻ, റിലീജിയൻ, കാസ്റ്റിസ് ആണ് ചോദിച്ചത്. റീജിയൻ നമ്മൾ നോക്കി. റിലീജിയനും കാസ്റ്റിസവും എല്ലാത്തിനും കോസസ് എഴുതണം. കോസസ് എല്ലാം ഇങ്ങനെ ജോഗ്രഫിക്കൽ കോസസ് ഓർത്തെടുക്കുക, എന്നിട്ട് അതിന്റെ പാരഗ്രാഫിൽ എഴുതുക. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി റിലീജിയനിൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ബോഡിയിലെ ഇൻട്രൊഡക്ഷനിൽ വേണമെങ്കിൽ എഴുതാം. ഇന്ത്യയിൽ പലതരം റിലീജിയൻസ് ഉണ്ട്. ഹിന്ദു, ജൈന, ബുദ്ധ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ, ഇസ്ലാം, അത് മാത്രമല്ല സൗരാഷ്ട്ര, അങ്ങനെ ഒരുപാട് ജൂതന്മാര്, ഒരുപാട് തരത്തിലുള്ള റിലീജിയൻസ് ഇന്ത്യയിലുണ്ട് എന്ന് പറയാം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൾട്ടി റിലീജിയൻ കൺട്രിയാണ്, സെക്യുലർ കൺട്രിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴ്സസ് അത് നോക്കി എഴുതിയാൽ മതി. തേർഡ് തിങ് ആണ് കാസ്റ്റിസം. കാസ്റ്റിസത്തിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, കാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെറിഡിറ്റി ആസ്പെക്ട്സിലാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പണ്ട് കാസ്റ്റ് എന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു ഒക്കുപ്പേഷൻ വിത്ത് റെസ്പെക്ട് ടു ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് കാസ്റ്റ് സ്ട്രക്ചർ വാസ് ഇൻ റിലേഷൻ ടു ദ ഒക്കുപ്പേഷൻ. ഓരോ ഒക്കുപ്പേഷൻ നടത്തുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ആ 4 കാസ്റ്റ് ചെയ്ത ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, അതുപോലെ തന്നെ ബ്രാഹ്മണ, അങ്ങനെയായിരുന്നു കാസ്റ്റുകൾ ഉണ്ടായിരുന്നത് എന്ന് എഴുതാം. പിന്നെ കാസ്റ്റ് സ്ട്രക്ചറിൽ എന്ന് പറഞ്ഞാല് പിന്നീട് അതൊരു ഹെറിഡിറ്ററി ആസ്പെക്റ്റിലേക്ക് മാറിയതാണ്. അങ്ങനെ ഹെറിഡിറ്ററി ആസ്പെക്റ്റിലേക്ക് മാറിയപ്പോൾ നമ്മുടെ സ്വന്തക്കാരെ കണ്ടെത്താൻ, അതായത് കിൻഷിപ്പിനെ കണ്ടെത്താൻ ഉള്ള 2 വഴികളാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഒന്നാണ് ബ്ലഡ് റിലേഷൻ, 2 മാരേജ്. അപ്പോൾ ബ്ലഡ് റിലേഷനിലൂടെയും മാരേജിലൂടെയും നമുക്ക് ആൾക്കാരെ സ്വന്തം കാസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അങ്ങനെ ഒരു ഇതാണ് കാസ്റ്റിൽ എഴുതാനുള്ളത്. ഇത് മാത്രമല്ല, കാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എഴുതാം, കാസ്റ്റ് ആൻഡ് പവർ എന്നുള്ളത്. നമുക്കറിയാം ഈ കാസ്റ്റ് ഏറ്റവും ഹൈ കാസ്റ്റിലുള്ള ആൾക്ക് പവർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഹൈ കാസ്റ്റിലുള്ളവര് ആരെങ്കിലും ഇപ്പൊ നമ്മൾ 2 രാജാക്കന്മാരുണ്ട്, നമുക്കറിയാം, പാണ്ഡ്യന്മാര്, ചോളന്മാര്, അങ്ങനെ കുറെ ആൾക്കാർ ഭരിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പൊ ഈ ആൾക്കാർ മാറുന്നതിനനുസരിച്ച് കാസ്റ്റ്, ഹൈ കാസ്റ്റ് ഏതാ, ലോ കാസ്റ്റ് ഏതാ എന്നുള്ളതൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് കാസ്റ്റിലേതെന്നും കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കാസ്റ്റിസത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോസസ് എന്നുള്ളത് ആലോചിച്ച് ഓരോ പാരഗ്രാഫായിട്ട് എഴുതുക. പിന്നെ ട്രൈബൽ ഡൈവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള ട്രൈബ്സ് നമുക്കുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ മധ്യപ്രദേശിലൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രൈബ്സ് ഉണ്ട്. ട്രൈബ്സ് എന്ന് പറയുന്ന ഈ നമ്മുടെ നാടിന്റെ തന്നെ നേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത് ഹിമാലയത്തിലെ ഗഡ്ഡി ഉണ്ട്, നാഗയുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ തോഡ ട്രൈബ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഐലൻഡ്സിലും എല്ലാം ഉണ്ട് ഓൺഗേ ട്രൈബ്സ്, സെന്റിനലീസ് ട്രൈബ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ അറിയുമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രൈബ്സ് ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുക. പിന്നെ ഇതിന്റെയും കോഴ്സസ് എഴുതുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ 6 കാര്യങ്ങളിൽ എഴുതേണ്ടത് കോഴ്സസ്. ഇനി വലിയൊരു ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്സ് എന്താ, നെഗറ്റീവ്സ് എന്താണെന്നും കൂടെ നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞാൽ കൺക്ലൂഷൻ കൊടുക്കുക. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് കൺക്ലൂഷൻ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസിനെ അവസാനിപ്പിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും അതുപോലെ വരാൻ സാധ്യതയുള്ള ഇൻഡിവിജ്വലിന്റെയും ട്രൈബലിന്റെയും നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഥവാ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, വൈ ഷുഡ് വി അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഡിസ്കസ് ഇറ്റ്സ് കോസസ് ആൻഡ് ഇഫക്ട്സ്. അപ്പോൾ വാട്ട് ഈസ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്താണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, അതിന്റെ ടൈപ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. സെക്കൻഡ് ആണ് വൈ ഷുഡ് വി അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? സോ നമ്മുടെ ബോഡിയിൽ എഴുതേണ്ട ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. അതിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചുരുക്കി അതിൽ എഴുതാൻ പറ്റും. 1-2 പേജിലൊക്കെ ആയിട്ട് നമുക്ക് എഴുതാം. എന്നിട്ട് അവസാനം നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് ഉള്ള കാര്യം. ഇതിൽ നമുക്ക് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ എഴുതാം. അവസാനത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതാം, ഇങ്ങനെ
പിന്നെ സോഷ്യൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. നമുക്കൊരു നാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കണം. നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് പല സോഷ്യൽ ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഡൈവേഴ്സ് ഗ്രൂപ്പ്സിന്റെ സെന്റിമെന്റ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ നാഷണൽ സെന്റിമെന്റിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ആ ഒരു ആസ്പെക്ട് ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ട് അവിടെ നിർത്തുക. അതാണ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. ഇത് ഒന്നോ രണ്ടോ പേജുകളിൽ നമുക്ക് എഴുതാനുള്ളത് ഉണ്ട്. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞില്ല, എന്തൊക്കെ ടൈപ്സിൽ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. അതിനുശേഷം ഏറ്റവും അവസാനം എഴുതേണ്ടത് നമ്മളെ നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളത് നമ്മൾ ആ കൺക്ലൂഷനിൽ എഴുതുന്ന ആസ്പെക്ട് തന്നെയാണ് ഒരു വരിയിൽ ഒരു പാരഗ്രാഫിൽ അവിടെ എഴുതി അവസാനിപ്പിക്കാം. ഇനി അടുത്തതാണ് ഡിസ്കസ് ഇറ്റ്സ് കോസസ് ആൻഡ് ഇഫക്ട്സ്. ഈ കോസസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോഗ്രഫിക്കൽ ഉണ്ട്, എക്കണോമിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സാമ്പിൾ ആടെ എഴുതി കൊടുക്കുക. അത്രയുള്ളൂ കോസസിൽ. പിന്നെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് എഫക്ട്സിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഓരോ എക്സാമ്പിളും കൊടുത്തിട്ട് അവിടെ അവസാനിപ്പിക്കുക. ഇതൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹെഡിങ് കിട്ടിയാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്യുക, പിന്നെ ഹെഡിങ് ആക്കുക, അതിന്റെ അണ്ടറിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇത്രയും ഇതിൽ പറയാനുള്ളൂ. കൺക്ലൂഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ള ഒരു പോയിന്റ് വെച്ച് വിപുലീകരിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ അവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെ കൺക്ലൂഷൻ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആണ്. അത് എഡ്യൂക്കേഷനിൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി കൊണ്ടുവരേണ്ടത് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ ബോഡി എന്ന് പറയുന്നത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചു 6 ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ഓരോ ലെവലിലും എഡ്യൂക്കേഷൻ എങ്ങനെ പിന്നെ നമ്മളെ സ്വാധീനിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യണം എന്നുള്ള തരത്തിൽ നമുക്ക് എഴുതാം. അതായത് പിന്നെ ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റീനെ ഒക്കെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം, അതുപോലെ പിന്നെ റിലീജിയസിനെ റീജിയണലിനെ ഒക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള തരത്തിൽ എഴുതാം. അല്ലെങ്കിൽ ഒരു വലിയ ഹെഡിങ് എഴുതിയിട്ട് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നൊരു വലിയ ഹെഡിങ് എഴുതിയിട്ട് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഇതിൽ എഡ്യൂക്കേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ് സ്കൂൾ കരിക്കുലത്തിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് എഴുതാം. അതായത് പിന്നെ അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു 1500-ലധികം ഡയലക്ട്സ് ഇന്ത്യയിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈബ്സിനൊക്കെ എന്ന് പറയുമ്പോൾ ട്രൈബൽ ലാംഗ്വേജിലുള്ള സ്കൂൾസും കൂടെ സെറ്റപ്പ് ചെയ്യുക, ട്രൈബൽ ഏരിയാസിൽ സ്കൂൾസ് സെറ്റപ്പ് ചെയ്യുക. പിന്നെ റീജിയണൽ അർബൻ റൂറൽ ഡിവൈഡ് കുറക്കുന്നതിന് പിന്നെ റൂറൽ ഏരിയാസിലും കൂടുതൽ സ്കൂൾസ്, കൂടുതൽ സൗകര്യമുള്ള സ്കൂൾസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ ഇപ്പൊ നമ്മൾക്കറിയാം പലപ്പോഴും ട്രാവലിംഗ്, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യുക കുട്ടികൾക്ക്. അതുപോലെ തന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യാം. പിന്നെ സെക്യുലറിസം എന്നുള്ളൊരു ആസ്പെക്ട് ആദ്യം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമുക്ക് തോന്നുമല്ലോ ഇങ്ങനെ ഇത് നടത്തിയാൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ നന്നാവും, നമ്മളെ ഇത് തോന്നിയൊക്കെ എഴുതി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള 4 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് 2-ലെ ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 2-ലെ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഡിസ്കസ് അബൌട്ട് any 2 programs for universalization of education. Explain in detail about the Dealers Commission report. What is universalization of education? Why is it more concerned about primary education? And discuss about RUSA and its various roles in higher education. In what way RUSA plays a vital role in promoting the level of achievement of universalization of education. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്കസ് അബൌട്ട് എനി 2 പ്രോഗ്രാംസ് ഇൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഈ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട്.
ഈ രണ്ട് ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്നതാണ് SSA, RMSA, റൂസ. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ റൂസേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും 2 പ്രോഗ്രാംസിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. RMSA, SSA, റൂസ. ഇതിൽ ഏതെങ്കിലും 2നെ കുറിച്ച് കൃത്യമായിട്ട് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട്. ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ സ്ട്രക്ചർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്കസ് അബൌട്ട് എനി 2 പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എന്താണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് യൂണിവേഴ്സലൈസേഷനിൽ ഉള്ളത്. അതിൽ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ആ ഒരു ചെറിയൊരു 2-3 വരികളിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്താണ് എന്ന് എഴുതി വെക്കാം. പിന്നെ നമുക്കറിയാം നമ്മൾ 3 പ്രോഗ്രാംസ് ആണ് പഠിച്ചിട്ടുള്ളത്, SSA, RMSA, റൂസ. അത് ഒരു പ്രോഗ്രാംസ് ഫോർ ദ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് SSA, RMSA, റൂസ എന്ന് എഴുതുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു 2 വരിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. SSA എന്ന് പറഞ്ഞാൽ സർവശിക്ഷാ അഭിയാനാണ്, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ്, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാനാണ്. അങ്ങനെ 3 എണ്ണത്തിന്റെയും പിന്നെ ആ ഒരു ഡീറ്റെയിൽസ് എഴുതിയാലും മതി. അതായത് SSA സർവശിക്ഷാ അഭിയാൻ മാത്രം എഴുതിയാലും മതി. അങ്ങനെ ഒരു ഇത് കൊടുക്കുക, സ്ട്രക്ചർ കൊടുക്കുക ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്. എന്നിട്ട് എന്താണ് സർവശിക്ഷാ അഭിയാൻ, സർവശിക്ഷാ അഭിയാനെ കുറിച്ചാണ് എഴുതുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹെഡിങ് കൊടുക്കുക, സർവശിക്ഷാ അഭിയാൻ. എന്നിട്ട് അതിനെ കുറിച്ച് ഒരു 1.5 പേജോളം എഴുതുക. അതിന്റെ എഴുതുക എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാജ്പേയി ആണ് കൊണ്ടുവന്നത്. പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന എയിമോടെ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതുക, എയിംസ് എഴുതുക, അങ്ങനത്തെ ഒക്കെ എഴുതുക. എന്നിട്ട് ഒരു 1.5 പേജോളം അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുക. ഇതാണ് ഇതിൽ പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ RMSA ആണോ റൂസ ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. RMSA ആണ് എഴുതുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, എയിംസ്, അതിന്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ എഡ്യൂക്കേഷനെ യൂണിവേഴ്സലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല ഡെമോക്രസീന്റെ ഒരു പിന്നെ വിപുലീകരണത്തിന് വേണം. നമ്മളെ ഡെമോക്രാറ്റിക് നേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡെമോക്രസിയുടെ വിപുലീകരണത്തിന് എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്നാണ് പിന്നെ നമ്മൾ ഇൻട്രോ എഴുതിയത്. അത് കഴിഞ്ഞ് ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട് ഇൻട്രോയിൽ എഴുതി. പിന്നെ എഴുതിയതാണ് 2 പ്രോഗ്രാമിനെ കുറിച്ച്. പിന്നെ കൺക്ലൂഷനിൽ നമ്മുടെ ഡെമോക്രസിനെ കുറിച്ചോ നിങ്ങൾക്ക് തോന്നുന്നത് എഴുതാം. ഒരു ചെറിയൊരു കൺക്ലൂഷന്റെ ഐഡിയ തന്നേ ഉള്ളൂ. ഡെമോക്രസിനെ കുറിച്ച് എഴുതി. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡീലേഴ്സ് കമ്മീഷൻ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ? അപ്പോൾ നേരത്തെ എഴുതിയ അതേ ഇൻട്രൊഡക്ഷൻ ഇവിടെ എഴുതാം. വൈ ഈസ് ഇറ്റ് മോർ കൺസേൺഡ് അബൌട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ? അപ്പൊ നമ്മൾ പ്രോഗ്രാംസ് വരെ എഴുതി. SSA ഉണ്ട്, RMSA ഉണ്ട്, റൂസ ഉണ്ട് എന്നൊക്കെ എഴുതി. അവിടെ നിർത്തി. എന്നിട്ട് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൈ ഈസ് ഇറ്റ് മോർ കൺസേൺഡ് അബൌട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ പിന്നീട് എഴുതേണ്ടത് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ എഴുതേണ്ടത് ആ ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് പിന്നെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഒന്നുകൂടെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനിൽ 5 ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ള ആ ഒരു പോയിന്റ് കൂടി ഇതിൽ എഴുതാൻ പറ്റും. അതായത് പേപ്പർ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. പ്രൊവിഷൻ ഉണ്ട്, അച്ചീവ്മെന്റ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എൻറോൾമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ റീറ്റൻഷൻ ഉണ്ട്. പേപ്പർ എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. ആ ഒരു രീതിയിൽ ആ ഒരു കാര്യം കൂടെ ഇവിടെ നമുക്ക്
എടുക്കാവുന്നതാണ്. അതും കൂടെ എഴുതിയിട്ട് വൈ ഈസ് ഇറ്റ് മോർ കൺസേൺഡ് അബൌട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഉത്തരം എഴുതുക. അതായത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് മോർ കൺസേൺഡ് അബൌട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A തന്നെയാണ്. അതായത് നമ്മുടെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക്, പ്രൈമറി റേഞ്ചിലുള്ള ഒരു 10ാം ക്ലാസ് വരെയുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അപ്പർ പ്രൈമറി സെക്കൻഡറി വരെയുള്ള ഒരു റേഞ്ചാണ്. ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എൻഷുർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രൈമറി ലെവലിലുള്ളതായത് കൊണ്ട് തന്നെ ആണ് നമ്മുടെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് മോർ ഫോക്കസ്ഡ് ആയത്. അത് മാത്രമല്ല, നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പിലെ എല്ലാം ഇവിടെ എഴുതാൻ പറ്റും. അതായത് ചൈൽഡ് എന്ന് പറയുന്നത് ഗ്രോയിങ് സ്റ്റേജിലാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ, ആ ഒരു സ്റ്റേജിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്താലാണ് നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷനുള്ള വാല്യൂസ് എല്ലാം ഇൻകൾഗേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറ്റും. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസിന്. ഇപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നമ്മൾ ഇൻട്രോ എഴുതി. അതുപോലെ പ്രൈമറി എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പെഡഗോജി എന്നൊക്കെ കുറെ പോയിന്റ്സ് കിട്ടും. അതൊക്കെ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ എഴുതാൻ പറ്റുന്നതാണ്. ആ ഒരു പേജ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് അബൌട്ട് റൂസ ആൻഡ് ഇറ്റ്സ് വേരിയസ് റോൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. In what way RUSA plays a vital role in promoting the levels of achievement of universalization of education? അപ്പൊ റൂസ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടതും ഇത് തന്നെയാണ്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, പ്രോഗ്രാംസ് അണ്ടർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് RMSA, SSA, റൂസ. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി റൂസ എന്താണെന്നും കൂടെ ഇൻട്രൊഡക്ഷനിൽ കുറച്ചും കൂടെ വിശദീകരിച്ചത്. അപ്പൊ റൂസ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന്റെ പിന്നെ യൂണിവേഴ്സലൈസേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് വ്യക്തമായിട്ട് ഒന്നും കൂടെ അവിടെ എഴുതുക. എന്നിട്ട് അതിന്റെ വേരിയസ് റോൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്നുള്ളതും കൂടെ അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഹയർ എഡ്യൂക്കേഷന് പിന്നെ നമ്മുടെ ലോകത്തോട് ഇടപെടിക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വാർത്തെടുക്കുക എന്നുള്ളതാണ് റൂസയുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഒരു പാരഗ്രാഫായിട്ട് അവിടെ എഴുതുക. ഇത്രയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് എഴുതുക, പിന്നെ റൂസ എന്താണെന്ന് എഴുതുക, അതിന്റെ എയിംസ് എന്താണെന്നും ഒരു ചെറിയ ഒരു ഇതായിട്ട് എഴുതുക. 1.5-2 പേജോളം ഇത് വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ വാട്ട് വേ റൂസ പ്ലേസ് a vital role in promoting the level of achievement of universalization of education. അപ്പോൾ അതിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ എയിംസ് ഓഫ് റൂസ തന്നെയാണ് ഇവിടെ ഒന്ന് വിശദീകരിച്ച് എഴുതേണ്ടത്. എയിംസ് ഓഫ് റൂസ എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് പിന്നെ വൈ റൂസ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് പറയാം ഈ പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷന്റെ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന്, അതായത് റൂസ പിന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹയർ ലെവലിലുള്ള ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എല്ലാവരിലും അത്തരം എഡ്യൂക്കേഷൻ എത്തിക്കുക, പിന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആക്കുക എഡ്യൂക്കേഷൻ, അതൊക്കെയാണ് റൂസ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു 3 പോയിന്റിൽ ഈ ഒരു ആൻസറിനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. വൈ റൂസ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ ഇതത്ര എഴുതാൻ പറ്റും നമുക്ക്. പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ റൂസയെ കുറിച്ചാണ് ചോദിച്ചത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഇൻട്രോ എഴുതിയത്. ഒന്നിക്ക് റൂസയെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സ്ട്രക്ചർ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസിൽ പോവാത്തത്. നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട്. ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ടിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇൻട്രോ എഴുതുമ്പോൾ ആരാണ് ഡീലർ, പിന്നെ എന്താണ് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട്, അതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. അതായത് പിന്നെ നമ്മുടെ യുനെസ്കോ പിന്നെ അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് ഡീലേഴ്സ് കമ്മീഷൻ എന്ന് എഴുതാം.
അതുപോലെ അതൊരു എക്സ്റ്റെൻസീവ് ആയിട്ട് എഡ്യൂക്കേഷൻ മൊത്തമായിട്ടാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എഴുതാം ഇതില്. അത് മാത്രമല്ല പിന്നെ വേറെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത് അതിന്റെ എയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, അതൊക്കെ ബോഡിയിൽ എഴുതാം. നമുക്ക് എഡ്യൂക്കേഷനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് അതത്ര എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കൺക്ലൂഷനിൽ എഴുതേണ്ടത് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ഹ്യൂമണിനെ ആസ് എ ഹോൾ ആയിട്ടാണ് വ്യൂ ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു നോളജ് അറ്റൈനിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല കാണുന്നത്. സ്കിൽസും അതുപോലെ തന്നെ ഇമോഷൻസും സോഷ്യൽ നേച്ചറും ഒക്കെ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുള്ള വികസനത്തിനും വേണ്ടിയുള്ളതാണ് എന്നാണ് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ തന്നെ നമുക്ക് പിന്നെ ബോഡിയിൽ ടെൻഷൻസ് ഒക്കെ എഴുതാം. ഡീലേഴ്സ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 7 ടെൻഷൻസ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോഡിയിൽ നമുക്ക് എഴുതാം. അതൊക്കെ നിങ്ങളുടെ സ്ട്രക്ചറിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡീലറിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റും. ഇത്രയാണ് യൂണിറ്റ് 2 ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ എക്സാമിന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് 3. യൂണിറ്റ് 3 നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് എ ടീച്ചർ ഹൗ വുഡ് യു ഫുൾഫിൽ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണുള്ളത്. പക്ഷെ നമുക്ക് ഇതിനും ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും വേണം. ബോഡിയിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ എഴുതാം. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഈ ഓരോ ടേംസിന്റെയും മീനിങ് എഴുതാം. അതായത് ഫ്രീഡം എന്താണ്, ഇക്വാലിറ്റി എന്താണ്, ജസ്റ്റിസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ എന്താണ് ഒക്കെ മീനിങ് എഴുതിയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഒറ്റ ഹെഡിങ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം എന്നുള്ളൊരു ഹെഡിങ് ആയിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയ ഡെഫിനിഷൻ ഒന്നും വേണ്ട. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു പവർ ടു ആക്ട്, സ്പീക്ക്, അല്ലെങ്കിൽ റൈറ്റ് ടു ആക്ട്, സ്പീക്ക് എക്സെട്ര, അങ്ങനെ ഒരു ചെറിയ ചെറിയ ഡെഫിനിഷൻസ്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ് ട്രീറ്റഡ് ഈക്വൽ, അത് ഈസ് നോൺ ആസ് ഇക്വാലിറ്റി എന്നൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ ചെറിയ ചെറിയ ഡെഫിനിഷൻസ്. ജസ്റ്റിസ് ആയാലോ, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് given the things that he deserves, അവൻ ഡിസേർവ് ചെയ്യുന്നതിനനുസരിച്ച് അവനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ് ഇവിടെ. അങ്ങനെ കൊടുക്കാൻ കഴിയാത്തവർ ഒറ്റയൊരു ഡെഫിനിഷൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം എന്ന് ഒറ്റയൊരു ഹെഡിങ് എഴുതാം. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ് ഓരോ സബ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതെങ്ങനെയാണ് എൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് ഒറ്റയൊരു ഹെഡിങ് ആയിട്ട് എഴുതാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ലിഗേഷൻസ് ദാറ്റ് ആർ ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് ഉണ്ട്, ഇക്വാലിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട് എന്ന് പറയാം. എന്നിട്ട് ജസ്റ്റിസ് ഇതാണെന്ന് പറയാം, ഇക്വാലിറ്റി ഇതാണെന്ന് പറയാം, ഫ്രീഡം ഇതാണെന്ന് പറയാം. പിന്നെ ഫ്രീഡം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീഡം എന്താണ്? ഫ്രീഡം 6 തരത്തിലുള്ള ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതുപോലെ പാർപ്പിട സ്വാതന്ത്ര്യം, വിനിമയ സ്വാതന്ത്ര്യം, പിന്നെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ പറഞ്ഞ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്രീഡം കഴിയുമ്പോൾ എഴുതുക, ബട്ട് ദ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഈസ് നോട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ് അത് അവിടെ അവസാനിപ്പിക്കുക. ഇനി ഇക്വാലിറ്റി ആണെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട് എന്ന് പറയാം. അതായത് നമ്മളെല്ലാ ഇൻഡിവിജ്വലും ലോക്ക് മുന്നിൽ ഈക്വൽ ആണ്, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ലോ തരുന്ന പ്രൊട്ടക്ഷൻ സെയിം ആണ് എന്നുള്ള ഒരു തരത്തിൽ. അത് രണ്ടും
ഉണ്ട് എന്നുള്ള തരത്തിൽ മാത്രം എഴുതിയാൽ മതി. ഇക്വാലിറ്റിയിൽ ഇത് രണ്ടുമാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന വാല്യൂസ്. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇനി ജസ്റ്റിസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എല്ലാവരും നമ്മുടെ നീതിക്ക് മുമ്പിൽ സമന്മാരാണ് എന്നുള്ളതാണ്. ജസ്റ്റിസിൽ എല്ലാവർക്കും സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ജസ്റ്റിസ് കൊടുക്കണം എന്നുള്ള തരത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇത്രയാണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡത്തിൽ എഴുതേണ്ടത്. അതാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ ആസ് എ ടീച്ചർ ഹൗ ഡു യു ഫുൾഫിൽ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫുൾഫിൽമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ആലോചിക്കുക സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്തൊക്കെ ചെയ്യണം. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണെങ്കിലോ അല്ലെങ്കിൽ എക്കണോമിക്കൽ ജസ്റ്റിസ് ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് ആലോചിക്കുക. അതായത് ഇപ്പൊ സോഷ്യലിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസസ് ഒക്കെ മോശമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ ഇന്ത്യൻ കൾച്ചർ ഡൈവേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠനത്തിലൂടെയും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതാം. ഒരു ഹെഡിങ് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ഇക്വാലിറ്റി, ഫുൾഫിൽമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ഇക്വാലിറ്റി. ഇക്വാലിറ്റിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിലും നമുക്ക് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ്. അവയർനെസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഫ്രീഡത്തിന്റെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതുക ഫുൾഫിൽമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയതെന്ന് വെച്ചാൽ ഫ്രീഡം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് അൺലിമിറ്റഡ്. ഈ ഫ്രീഡം ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അനുസരിച്ച് നമ്മുടെ നേഷനെ സെർവ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഒരാളുടെ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫ്രീഡം ഇല്ലായ്മ ആയി തീരരുത് എന്നുള്ള ഒരു വാല്യൂ കുട്ടികളിൽ ഇൻകൾഗേറ്റ് ചെയ്തെടുക്കുക. ഇത്രയും പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷനിൽ നമുക്ക് എഴുതാം കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസിലും ഇക്വാലിറ്റിയിലും ഫ്രീഡത്തിലും ഒരുപാട് പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പം ഈ വാല്യൂസ് എല്ലാം ഇൻകൾഗേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ടേംസിനെയൊക്കെ എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അതായത് ഈ ഒരു പാഠത്തിൽ നമ്മൾ അറിയേണ്ടത് തന്നെ എന്താണ് ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രീഡം, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താണ്, DPSP എന്താണ്, അതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന നിലക്ക് അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് discuss about right to education, how educational right practices are going on into present scenario. The first part discuss about right to education ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ തന്നെയാണ്. എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. അതിൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 21A ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയുന്ന പോലെ തന്നെ 2009 കൊണ്ടുവന്ന പദ്ധതിയാണ്. അതൊക്കെ നമുക്ക് എഴുതാം. 1 ഏപ്രിൽ 2010 അത് പ്രാവർത്തികമായത്. അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അങ്ങനെ അതിന് അറിയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മളുടെ എഡ്യൂക്കേഷൻ എല്ലാവർക്കും 6 to 14 years വരെയുള്ള ചിൽഡ്രന് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രീ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സ്കൂൾസിലടക്കം മിനിമം 25% ഓഫ് ദ സീറ്റ്സ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതും കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഇതിൽ എഴുതേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ മെയിൻ എയിം.
അപ്പൊ ഫ്രീ എന്താണ്, കമ്പൽസറി എന്താണ് എന്നും കൂടി എഴുതണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എഴുതാം. അതിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ യാതൊരു തരത്തിലുള്ള പൈസയും ആ ഒരു 6 മുതൽ 14 8ാം ക്ലാസ് വരെ കുട്ടികൾ യാതൊരു തരത്തിലുള്ള പൈസയും കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ട്യൂഷൻ ഫീ ആണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ തരത്തിലുള്ള ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനുള്ള ഫീ, യൂണിഫോം ഫീ, അങ്ങനെയൊക്കെ ഒരുപാട് ഫീ മേടിക്കുന്നുണ്ട് സ്കൂൾസ്. അങ്ങനെയുള്ള ഒരു ഫീയും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫ്രീയില് പറയേണ്ടത്. അത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം വരെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഇത് പ്രകാരം പറയുന്നത്. അതിൽ പറയുന്നത് 1 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഒരു കുട്ടിയുടെ 1 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ പ്രൈമറി സ്കൂൾ സെറ്റപ്പ് ചെയ്യണം. അപ്പർ പ്രൈമറി ആണെങ്കിൽ 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഉണ്ടാവണം. ഇനി ഇതിൽ കൂടുതലാണെങ്കിൽ ഗവൺമെന്റ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും, ഫ്രീ എഡ്യൂക്കേഷൻ. ഇനി കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏത് കുട്ടിയാണെങ്കിലും അവന്റെ ഏജിനനുസരിച്ച് ഏത് ക്ലാസ്സിലേക്കാണോ പോകേണ്ടത് ആ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും ഉറപ്പാക്കേണ്ടതാണ് എന്നാണ് കമ്പൽസറി നേച്ചറിൽ പറയുന്നത്. ആരും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് ട്രൈബ് ആയിപ്പോയി അല്ലെങ്കിൽ ഇതായിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു കാര്യവും കൂടെ ആ കമ്പൽസറി എന്നുള്ള സ്റ്റേജിൽ എഴുതാം. ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഫ്രീ ആൻഡ് കമ്പൽസറി എന്നുള്ള ഒരു സ്റ്റേജും കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും കൂടി വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതായത് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പലതരത്തിലുള്ള പ്രൊഹിബിഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ കുട്ടികളെ അടിക്കുന്ന കാര്യം, ഫിസിക്കൽ പണിഷ്മെന്റ്സ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പല സ്കൂളുകളിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാംസ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാംസ്, ഈ എലമെന്ററി ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് എക്സാംസ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് കൊടുക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻസ്, അതുപോലെ തന്നെ ഈ റെക്കഗ്നിഷൻ ഒന്നുമില്ലാണ്ട് സ്കൂൾസ് റൺ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ട് അഥവാ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ പ്രൊഹിബിഷൻസ് അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂൾസിലും ഇത്ര നിശ്ചിത ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം, ഈ കരിക്കുലം ഫോളോ ചെയ്യണം, ടീച്ചർ ടു സ്റ്റുഡൻറ് റേഷ്യോ ഇത്രയായിരിക്കണം, ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ നിർബന്ധമാണ്. അതുപോലെ ലൈബ്രറി ഉണ്ടാവണം, പ്ലേ മെറ്റീരിയൽസ് ഉണ്ടാവണം, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവണം, സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികൾ അതുപോലെ തന്നെ ടീച്ചറുമായിട്ടുള്ള റേഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഡേയ്സ് ഇത്രയായിരിക്കണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ക്വാളിറ്റി ഇത്ര കൊടുക്കണം, മിനിമം ക്വാളിറ്റി ഇത്ര ആയിരിക്കണം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഇത്ര ആയിരിക്കണം എന്നുമൊക്കെ ഈ ഒരു ഇതും പ്രകാരം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ എഡ്യൂക്കേഷണൽ റൈറ്റ് പ്രാക്ടീസസ് ആർ ഗോയിങ് ഓൺ ഇൻ ടു പ്രസന്റ് സിനാരിയോ എന്നുള്ള ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഇപ്പം പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും ആർട്ടിക്കിൾ 21A പ്രകാരം അഥവാ 86th അമെൻഡ്മെന്റ് പ്രകാരം 2002 കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 2009 നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ കൊണ്ടുവന്നു. എന്നാലും ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും രണ്ടുപേരുടെ അണ്ടറിലാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെന്ററിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസിന്റെ ഒരു എന്താ പറയാ ഒരു സംഭാവന കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി ആക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്കറിയാം പല പ്രൈവറ്റ് സ്കൂൾസും വളരെ അധികം ക്യാപിറ്റേഷൻസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പലതരം ലൂപ്പ് ഹോൾസിലൂടെ
പലരും പിന്നെ ക്യാപിറ്റേഷൻ ഫീ ആണെങ്കിലും അഡ്മിഷൻ ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ പല ട്രൈബൽ ഏരിയാസിലും ഇപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല. പിന്നെ ചൈൽഡ് ലേബറിനെ കുറിച്ച് എഴുതാം. അതുമാത്രമല്ല പിന്നെ ബെഗേഴ്സിനെ കുറിച്ച്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഇവിടെ എഴുതി വെക്കാന്നുള്ളതാണ്. അതായത് പ്രസന്റ് സിനാരിയോ നിങ്ങൾ എന്താണോ കാണുന്നത്, കുട്ടികളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി ആണ് എന്നുള്ളത് ആ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് എടുത്തെഴുതി. പിന്നെ നമ്മൾ പറയുന്ന പ്രൊഹിബിഷൻസ് എന്തൊക്കെയാണെന്ന് എടുത്തെഴുതി. അത് മാത്രമല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സ് ഒക്കെ എഴുതി. പിന്നെ ഈ കാര്യങ്ങൾ, അതായത് പ്രസന്റ് സിനാരിയോയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് എഴുതി. പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു വലിയ സ്റ്റെപ്പായിരുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പ് വളരെ വലുത് തന്നെയാണ്. നമ്മുടെ 135ാമത്തെ കൺട്രിയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്ന 135ാമത്തെ കൺട്രിയാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു കൺക്ലൂഷൻ കൊടുത്തു. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ? ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ, how would you fulfill the obligation of freedom, justice, equality and right to education? അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ എന്താണ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആയിട്ട് പറഞ്ഞു. ഒബ്ലിഗേഷൻസ് ദാറ്റ് ആർ ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എഴുതിയിട്ട് അതെന്തൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് പിന്നെ ഒബ്ലിഗേഷൻ ഓഫ് ഫ്രീഡം, ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഒബ്ലിഗേഷൻ ഓഫ് ഇക്വാലിറ്റി, പിന്നെ എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇത്രയും അവിടെ എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ലിഗേഷൻ ഓഫ് ഫ്രീഡം, ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ലിഗേഷൻ ഓഫ് ജസ്റ്റിസ്, ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ലിഗേഷൻ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ലിഗേഷൻ ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇത്രയും പറയാം. ഇത്രയും ഹെഡിങ് എഴുതുക. അതിന്റെ ഓരോന്നിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ അണ്ടറിൽ നിങ്ങൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എഴുതാം കേട്ടോ. 2009 ഉണ്ടായ ആക്ട് ആണ്, ഗവൺമെന്റ് അതിനു വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതാം. ഇനി ഇതിലൊരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷനിൽ എന്താ പറയാന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഇങ്ങനെയുള്ള വാല്യൂസ് ഒബ്ലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് കുട്ടികളിൽ ഇൻകൾഗേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ കുട്ടികളെ നല്ലൊരു എഡ്യൂക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ഇൻഡിവിജ്വലിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളിയേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്? വാട്ട് ആർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇൻഡിക്കേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ്? അപ്പോൾ ഇത് 3 പാർട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വളരെ എളുപ്പമാണ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് കുറെ അറിയുന്ന ആൾക്കാർക്ക് ഒരു 1.5 പേജോളം ഫണ്ടമെന്റൽ റൈറ്റ്സ്, 2 പേജായി പോലും കുഴപ്പമില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് എഴുതാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഒരു 1.5 പേജ്, കൂടിപ്പോയാൽ 1.5 പേജ് 2 പേജോളം എഴുതാം. ഇനി what is the need and indication of fundamental duty and right in the present context? എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഫണ്ടമെന്റൽ റൈറ്റും എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതും നിങ്ങൾ പ്രസന്റ് സിനാരിയോ നോക്കുക, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ എഴുതുക. ഈ ഒരു ഹെഡിങ് കൊടുക്കുക, അതിന് അണ്ടറിൽ നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതിനനുസരിച്ച് എഴുതാവുന്നത്. ഇതൊക്കെ ജനറൽ ടോപ്പിക്സ് ആണ്. ഈ പാഠത്തിലായാലും നമ്മൾ പഠിക്കേണ്ടത് ജനറൽ ടോപ്പിക്സ് തന്നെയാണ്. ആകെ പഠിക്കേണ്ടത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എപ്പോഴാണ് കൊണ്ടുവന്നത് അതിനെക്കുറിച്ചുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, DPSP എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ പ്രസന്റ് സിനാരിയോയിൽ എന്തൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യലാണ് പ്രധാനം. ഓക്കെ.
ഇനി യൂണിറ്റ് 4 വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ ഹൗ വുഡ് യു എലിമിനേറ്റ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ? ഇതൊരു സിമ്പിൾ ഒരു ചോദ്യമാണ്. നമ്മൾ വിചാരിക്കും ഇത് അങ്ങനെ അങ്ങ് എഴുതി തുടങ്ങിയാൽ മതി എന്ന്. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, കാരണം 10 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക, അതിന്റെ ഉള്ളിൽ ബോഡിയിൽ നമുക്ക് വേണ്ടുന്നതൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബോഡിയിലുള്ളതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ ഇനീക്വാലിറ്റി ത്രൂ എഡ്യൂക്കേഷൻ, എലിമിനേഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ത്രൂ എഡ്യൂക്കേഷൻ ആണ് ചോദ്യം. അപ്പൊ എന്താണ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. അതായത് സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ദ സോഷ്യൽ പൊസിഷൻസ് ഇൻ ദ സൊസൈറ്റി. അതായത് സോഷ്യൽ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി മാറുന്ന ഒരു അവസ്ഥയാണ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ മീനിങ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ ഇനീക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പ്രധാനമാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് എഴുതാം ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനാരിയോ എന്നെങ്ങാനും പറഞ്ഞ് എഴുതാം. ഇന്ത്യയിൽ സോഷ്യൽ ഇനീക്വാലിറ്റീസ് പല തരത്തില് പല ടൈപ്പുകളിൽ കാണുന്നുണ്ട്. ജെൻഡർ ഇനീക്വാലിറ്റി, കാസ്റ്റ്, റിലീജിയൻ, ക്രീഡ്, അങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൾച്ചറാണ്. അപ്പോൾ ഇന്ത്യ ഒരു പിന്നെ ക്ലാസ്ഡ് കൾച്ചറാണെന്നും കൂടെ അവിടെ എഴുതാം. അതായത് നമ്മുടെ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ റാങ്ക്ഡ് ഉണ്ട്, ക്ലാസ്ഡ് ഉണ്ട്. ഇന്ത്യ ക്ലാസ്ഡ് സൊസൈറ്റി ആണെന്നും കൂടെ പറഞ്ഞിട്ട് ഇനി എങ്ങനെ നമുക്ക് സോഷ്യൽ ഇനീക്വാലിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള തരത്തിലേക്ക് വരണം. അപ്പൊ അതാണ് പിന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണ് എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എലിമിനേറ്റ് സോഷ്യൽ ഇനീക്വാലിറ്റി ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ അതിൽ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് നേഷനായി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു തരത്തിൽ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. പിന്നെ ഓരോ സബ് ഹെഡിങ് കൊടുക്കുക, എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിൽ. എന്നിട്ട് ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇനീക്വാലിറ്റീസ് മനസ്സിലാക്കിയിട്ട് ലോവർ സ്ട്രാറ്റേനെ മുകളിലോട്ട് കൊണ്ടുവരാനുള്ള മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക, അവർക്കുള്ള ഫ്രീ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പിന്നെ ക്ലാസ്സുകളിൽ തന്നെയുള്ള ഒരു ഡിസ്ക്രിമിനേഷന്റെ ആ ഒരു സ്വഭാവം മാറ്റി നിർത്തുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ജനറൽ ആയിട്ട് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ എഴുതാൻ പറ്റും. അത് കുറച്ച് വിശദീകരിച്ചിട്ട് നമുക്ക് എഴുതാൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള്. പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷനിൽ പറയാ സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എൻ എബിൾ ഇൻ ദ സൊസൈറ്റി. പിന്നെ സോഷ്യൽ ഡൈവേഴ്സിറ്റി നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതായിപ്പോയി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിൽ എഴുതി കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സ്ട്രക്ചർ കിട്ടുക മാത്രമേ ഉള്ളൂ. ഇതിലാണെങ്കിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ ഹൗ വുഡ് യു ഗിവ് എഡ്യൂക്കേഷൻ ഫോർ എ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് പ്രിവെയിലിംഗ് ഇൻ സോഷ്യൽ കണ്ടീഷൻസ്? ഇതിലാണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എഴുതാം ആരാണ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടത് തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ ഒരു മാർജിൻ ഉണ്ടാവും, നമുക്കൊരു മെയിൻ സ്ട്രീം സൊസൈറ്റി ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ വേണമെങ്കിൽ ടൈപ്സ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ബെഗേഴ്സ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അതാണ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ആണ് പിന്നെ ഗിവ് എഡ്യൂക്കേഷൻ ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഇൻ ദ പ്രിവെയിലിംഗ് സോഷ്യൽ കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ഇതേ നേരത്തെ കണ്ടില്ലേ, എലിമിനേറ്റ് സോഷ്യൽ ഇനീക്വാലിറ്റി ത്രൂ എഡ്യൂക്കേഷനിൽ എഴുതിയ എല്ലാ പോയിന്റ്സും ഇതിലും കൊണ്ടുവന്ന് എഴുതാന്നുള്ളതാണ്. ആദ്യം എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു ചെറിയൊരു ബോഡിയിൽ തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഓരോരോ പോയിന്റ് ആയിട്ട് ഓരോ പാരഗ്രാഫ് ആയിട്ട് വിശദീകരിച്ച് അങ്ങനെ എഴുതാം. ഫ്രീ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാം, ഫ്രീ ഹോസ്റ്റൽ സൗകര്യം,
ഒരുക്കാം. പിന്നെ മാർജിനലൈസേഷനിൽ ഡിസ്ക്രിമിനേഷന്റെ എലമെന്റ് വരാനുള്ള സാധ്യതയെ തടയുന്ന തരത്തിലുള്ള പോളിസീസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ മനസ്സിന് തോന്നുന്നതിനനുസരിച്ച്, ഇതൊക്കെ ജനറൽ ആയതുകൊണ്ടാണ് മനസ്സിൽ തോന്നുന്നതിനനുസരിച്ചുള്ള പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ പറയാം മാർജിനലൈസേഷൻ എന്ന് പറയുന്നതും ഇതുപോലെ ഒരു സോഷ്യൽ ഇവിള് തന്നെയാണ്. പിന്നെ അവരും ഈ സൊസൈറ്റീനെ മെയിൻ സ്ട്രീമിലേക്ക് വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സോഷ്യൽ ഇനീക്വാലിറ്റി? Discuss about inequality in caste. As a teacher educator, how will you solve the problems of communal clusters in the present context? അപ്പോൾ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇനീക്വാലിറ്റി ആണ്. അപ്പോൾ സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണ് എന്നുള്ളത് തന്നെ ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. ക്ലാസ്ഡ് ഉണ്ട്, റാങ്ക്ഡ് ഉണ്ട് സൊസൈറ്റി, അതുപോലെ തന്നെ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ട്. ഇതില് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ക്ലാസ്ഡ് സൊസൈറ്റി ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഒരുപാട് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇൻട്രൊഡക്ഷൻ അതാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് അബൌട്ട് ഇനീക്വാലിറ്റി ഇൻ കാസ്റ്റ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഇനീക്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോ ഡിസ്കസ് അബൌട്ട് ഇനീക്വാലിറ്റി ഇൻ കാസ്റ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ജെൻഡറിലുണ്ട്, കാസ്റ്റിലുണ്ട്, ക്രീഡ്, ആ ഒരു റിലീജിയനിലുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ള ഹെഡിങ്ങിൽ കുറച്ച് ടൈപ്സ് എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് ഇനീക്വാലിറ്റി ഇൻ കാസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒക്കുപേഷണൽ ആയിരുന്നു കാസ്റ്റ് സിസ്റ്റം. പക്ഷെ പിന്നീട് അത് ഹെറിഡിറ്ററി ആയി മാറി. ആ ഹെറിഡിറ്ററിയിൽ തന്നെ പിന്നെ നമ്മൾ ആൾക്കാരെ ആഡ് ചെയ്യുന്നത് ബൈ മാരേജും ബൈ ബർത്തും മാത്രമാണ് ഹെറിഡിറ്ററി സിസ്റ്റത്തില്. പിന്നെ ഈ കാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പവറിന്, കാസ്റ്റ് ആൻഡ് പവർ ആ ഒരു റിലേഷനും കൂടെ ഇവിടെ നമുക്ക് എഴുതാം. ഡിസ്കസ് അബൌട്ട് ഇനീക്വാലിറ്റി ഇൻ കാസ്റ്റിൽ ആ ഒരു പവറും കൂടെ കാസ്റ്റിനനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി എഴുതാം. അത്രയാണ് കാസ്റ്റ് ഇനീക്വാലിറ്റിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. പിന്നെ ഈ ഒരു ഇനീക്വാലിറ്റി കാരണം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട് പലർക്കും, എഡ്യൂക്കേഷനിലുള്ള, അതുപോലെ എംപ്ലോയ്മെന്റിലുള്ള, അങ്ങനെ ഉള്ള പോയിന്റ്സ് ഉണ്ടല്ലോ. എഡ്യൂക്കേഷനിലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട്, എംപ്ലോയ്മെന്റിലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ പാരഗ്രാഫായിട്ട് ഇതിനെ എഴുതാം. 4-5 പാരഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ, ഹൗ വിൽ യു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണൽ ക്ലസ്റ്റേഴ്സ് ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ്? ഇതാണ് തേർഡ് പാർട്ട്. അപ്പോൾ പിന്നെ കമ്മ്യൂണൽ ക്ലസ്റ്റേഴ്സിന്റെ പിന്നെ പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണൽ ക്ലസ്റ്റേഴ്സ് എങ്ങനെ മാറ്റും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് എഴുതാം. സോൾവിങ് പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണൽ ക്ലസ്റ്റേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതാം എന്തൊക്കെയാണ് നമുക്ക് കമ്മ്യൂണൽ ക്ലസ്റ്റേഴ്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാ കാസ്റ്റും സെയിം ആണെന്നുള്ള ഒരു വാല്യൂ കുട്ടികളുടെ ഇടയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു മെയിൻ പോയിന്റ് ആണ് അതിൽ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻസ് ഒന്നാണ് എന്നുള്ള ഒരു പോയിന്റ് അവിടെ എഴുതി ഫലിപ്പിക്കുക. ഇത്രയാണ് ഇതിൽ എഴുതാനുള്ളത്. ഇതിൽ കൺക്ലൂഷനിലായിട്ട് എഴുതുക ഇതേ കാര്യമാണ്, ഇവിടെ എഴുതിയ അതേ കാര്യമാണ് എഴുതേണ്ടത്. സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഇവിൾ ആണ്, അത് മാറ്റി നിർത്തുക തന്നെ വേണമെന്നുള്ള ഒരു തരത്തിൽ എഴുതി അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇനീക്വാലിറ്റി ഇൻ റിലീജിയൻ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണെന്ന് എഴുതാം, എന്നിട്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി എഴുതാം, എന്നിട്ട് ഇനീക്വാലിറ്റി ഇൻ റിലീജിയനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റിലീജിയൻ അട്രോസിറ്റീസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെയാണ് റിലീജിയൻ അട്രോസിറ്റീസ് എന്നും കൂടി അവിടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ
ഇനീക്വാലിറ്റി ഇൻ റിലീജിയൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക റിലീജിയൻ അട്രോസിറ്റീസ് എന്തൊക്കെയാണ്. അതായത് പല റിലീജിയനും ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷ റിലീജിയൻ ഉണ്ട്, ബാക്കി മൈനോറിറ്റീസ് ഉണ്ട്. മൈനോറിറ്റീസിന് എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു ചുരുക്കിയ രൂപത്തിൽ അവിടെ എഴുതി വെക്കുക എന്തൊക്കെയാണ് റിലീജിയൻ അട്രോസിറ്റീസ്. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ റിലീജിയസ് അട്രോസിറ്റീസ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോസസ് ഓഫ് റിലീജിയസ് അട്രോസിറ്റീസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സൊസൈറ്റിയിൽ നടക്കുന്നതാണ്. മെയിൻ കാരണം തന്നെ നമ്മുടെ ഒരു ചിന്താരീതിയാണ് അല്ലെങ്കിൽ മനോഭാവമാണ്. മറ്റുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ മാത്രമാണ് നല്ലത്, അത് മാത്രമാണ് വികസിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ്. അതിനെക്കുറിച്ച് എഴുതാം. അതുപോലെ തന്നെ നമ്മളെ ആൾക്കാർ പൊളിറ്റിസൈസ് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാം. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് എഴുതാം. ജോഗ്രഫിക്കൽ ഡിവൈഡിനെ കുറിച്ചൊക്കെ എഴുതാം. അതായത് നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാലും നമുക്കറിയാം മുസ്ലിംസ് വേറെ ഏരിയയിൽ, ഹിന്ദുക്കൾ വേറെ ഏരിയയിൽ, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ അട്രോസിറ്റീസിനെ കൂട്ടാനാണ്. അവരുമായിട്ട് ഒരു മിംഗ്ലിംഗ് ഇല്ലാണ്ട് ജീവിക്കുമ്പോൾ അവര് നമ്മളെ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് സൊസൈറ്റീനെ കുറിച്ച് അറിയുന്നതിനനുസരിച്ച് ഉള്ള പോയിന്റ്സ് ഇവിടെ എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആസ് എ ടീച്ചർ ഹൗ ഡു യു പോസ്റ്റ് റിലീജിയൻ വാല്യൂസ് ഇൻ ടീച്ചർ ട്രെയിനീസ് മൈൻഡ് എന്നാണ്. ഇന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇൻ ടീച്ചർ ട്രെയിനീസ് മൈൻഡ് എങ്ങനെയൊക്കെ നമുക്ക് റിലീജിയൻ വാല്യൂസിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ ടീച്ചർ ട്രെയിനീസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിൽ എഴുതാം. പിന്നെ ഹെഡിങ് കൊടുക്കാം റിലീജിയൻ വാല്യൂസ് ഇൻ ടീച്ചർ ട്രെയിനീസ് മൈൻഡ് എന്നോ അല്ലെങ്കിൽ റിലീജിയൻ ഇൻകൾക്കേറ്റിംഗ് റിലീജിയൻ വാല്യൂസ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ എഴുതാം. അതായത് ആസ് എ ടീച്ചർ നമുക്ക് റിലീജിയസ് ആയിട്ട് കൾച്ചറൽ ആയിട്ടൊക്കെ ഒരു ബയസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുട്ടികളെ ഒരിക്കലും ആ ബയസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. മറിച്ച് എല്ലാ മതങ്ങളും എല്ലാ ഇതും ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുക്കുകൾ ലൈബ്രറിയിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്ന കഥകളുടെ ബുക്കുകൾ കൊടുക്കുക. എല്ലാ മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നത് സ്നേഹമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തരുന്ന തരത്തിലുള്ള ബുക്കുകൾ ലൈബ്രറികളിൽ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് കുട്ടികളെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ റിലീജിയൻ വൈസ് ആയിട്ടുള്ള ജോലികള്, ഒരു കാസ്റ്റിൽ നിന്ന ജോലി അല്ലെങ്കിൽ ഒരു റിലീജിയൻ ഇന്ന ജോലി എന്നുള്ള ആ ഒരു നമ്മളെ ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ മാറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ടീച്ചേഴ്സ് അവരെ നയിക്കുക എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് എഴുതാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്തൊക്കെയാണ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്നും അതുപോലെ ടൈപ്സ് ഓഫ് ഇനീക്വാലിറ്റി അടുത്ത ഹെഡിങ്. നെക്സ്റ്റ് ഹെഡിങ് ഇനീക്വാലിറ്റി ഇൻ റിലീജിയൻ, regional atrocities, then risk factors responsible for religion atrocities അല്ലെങ്കിൽ causes of religion atrocities. പിന്നെ inculcating religion values in teacher trainee mind അല്ലെങ്കിൽ inculcating religion values in teacher trainers. അത്രയും കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു ഹ്യൂമൺ ആക്കുന്ന ഒരുപാട് നേച്ചേഴ്സ് ആണ്, ഒരുപാട് ലോസ് ആണ് നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളാരും ഒരു ഹ്യൂമൻ നേച്ചർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഓർഗനൈസ്ഡ് ആവില്ല. റിലീജിയൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്, എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ ഒരു സമൂഹമായിട്ട് ജീവിക്കാം എന്നാണ്. അത് മറ്റ് റിലീജിയനെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഈ പാഠത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകെ 1-2 പേജസേ പഠിക്കാനുള്ളൂ എങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വളരെ ജനറൽ ആയിട്ടാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം അതിലെന്താണ് ചോദിച്ചത്, ഏതിനെ കുറിച്ചാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ആകെ ചോദിക്കാനുള്ള 2 ടോപ്പിക് സോഷ്യൽ ഇനീക്വാലിറ്റിയും അതുപോലെ തന്നെ മാർജിനലൈസേഷനുമാണ്. ആ 2 കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി വെക്കുക അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുക എന്താണ് സോഷ്യൽ ഇനീക്വാലിറ്റിക്ക്
എന്താണ് മാർജിനലൈസേഷന് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കാന്നൊന്ന് ഓർമ്മിച്ച് വെക്കുക, തയ്യാറാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് വെക്കുക. ബാക്കിയൊക്കെ നമ്മുടെ സൊസൈറ്റീനെ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ പോയിന്റ്സ് എഴുതി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ഈ ഒരു 2 കൺസെപ്റ്റിൽ ഊന്നിയിട്ട് നിങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം, ട്രേസ് ഔട്ട് ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ എബവ് സിസ്റ്റം. ഇത്രയാണ് 2 പാർട്ടായിട്ടാണ് ഈ ചോദ്യം ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, അതായത് ഒരു ബുദ്ധിസം ജൈനിസം കാലഘട്ടത്തിലൊക്കെ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ കൊടുത്തിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ആ ഒരു സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം തൊട്ട് തന്നെ എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ള തരത്തിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്നൊരു ചെറിയ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ മെയിൻ പോയിന്റ്സ് വളരെ ചുരുക്കിയിട്ട് ഒരു 5-8 വരികളിൽ എഴുതുക. അതുപോലെ ജൈനിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെയിൻ പോയിന്റ്സ് ഒരു 5-8 വരികളിൽ അവിടെ എഴുതുക. അത് കഴിഞ്ഞാല് കമ്പാരിസൺ ബിറ്റ്വീൻ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കോളമാക്കുക. എന്നിട്ട് എയിം, അതുപോലെ പിന്നെ മെത്തേഡ് ഓഫ് സ്റ്റഡി, കരിക്കുലം, ടീച്ചേഴ്സ് ആരൊക്കെയാണ്, പിന്നെ ലേണർ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സ്വായത്താക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, അതായത് കമ്പയർ ചെയ്തിട്ട് കോളമായിട്ട് തന്നെ എഴുതുക. ഇങ്ങനെ കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു ചോദ്യം വരുമ്പോൾ കോളമായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ ചോദിക്കുന്നത് ട്രേസ് ഔട്ട് ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ എബവ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നാണ്. അപ്പൊ ഈ 2 എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ, അതായത് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നാണ് ചോദ്യം. സോ നമുക്കൊരു വലിയ ഹെഡിങ് എഴുതാം, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് ഒരു വലിയ ഹെഡിങ് എഴുതിയിട്ട് നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാല് ബുദ്ധിസം ഒരു അതായത് ഒരു പണിഷ്മെന്റ്, വലിയൊരു രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ഒന്നും ബുദ്ധിസം കുട്ടികൾക്ക് നൽകിയിരുന്നില്ല. ഇന്നത്തെ എഡ്യൂക്കേഷനെ പോലെ തന്നെ കുട്ടികളെ ഒരു ഹ്യൂമൻ ആയിട്ട് കാണുന്ന ഒരു രീതിയായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത്. അതായത് ആ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു നോളജ് ഗെയിനിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടോ ഒന്നുമല്ല ഒരു ഇൻഡിവിജ്വലിനെ കണ്ടിരുന്നത്. ഇൻഡിവിജ്വൽ ഒരു ഹോൾ പേഴ്സൺ ആയിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ പണിഷ്മെന്റ്സ് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള, അതായത് അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പണിഷ്മെന്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ സെക്യുലർ ആയിരുന്നു വിദ്യാഭ്യാസം. നിങ്ങൾക്ക് രണ്ടിലും അറിയാം, ജൈനിസത്തിലായാലും ബുദ്ധിസത്തിലായാലും സെക്യുലർ ആയിരുന്നു വിദ്യാഭ്യാസം. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ ഒരു നമുക്കറിയാം, ബുദ്ധനായാലും ജൈനനായാലും ഒക്കെ നോൺ വയലൻസിന്റെ പാത്തുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ നോൺ വയലൻസ് എന്നുള്ള വാല്യൂ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പിന്നെ ത്യാഗം, അതുപോലുള്ള ഒരുപാട് മോറൽ വാല്യൂസ് ഇൻകൾഗേറ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ കമ്പാരിസൺസ് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട്, ബുദ്ധിസം എന്താണ് ജൈനിസം എന്താണെന്നൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ലൈഡില് കഴിഞ്ഞിട്ട് ആ കമ്പാരിസൺസ് ഒന്ന് വെറുതെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ബേസിക് എഡ്യൂക്കേഷൻ, എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് റെലവൻസി ഇൻ ദ മോഡേൺ വേൾഡ്. അപ്പൊ ഇതും 2 പാർട്ടായിട്ടാണുള്ളത് ക്വസ്റ്റ്യൻ. അപ്പൊ ബേസിക് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമുക്കറിയാം ഗാന്ധിജി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ നെയ്ത്താലിം എന്നുള്ള ഉള്ള പേരുണ്ട്. വർദ്ധ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പേരുണ്ട്. 1937 കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അതായത് മഹാത്മാഗാന്ധിന്റെ വ്യൂവിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
അത് മോർ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്നും കൂടെ അതിന് പേരുണ്ട്. അങ്ങനെയുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് വാട്ട് ഈസ് ബേസിക് എഡ്യൂക്കേഷൻ, അതായത് ഇൻട്രൊഡക്ഷനിൽ എഴുതാം എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ എഴുതാം. അതും കഴിഞ്ഞിട്ടാണ് റെലവൻസി ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഇൻ ദ മോഡേൺ വേൾഡ്. ഇങ്ങനെ 3 ഹെഡിങ് ആണ് അതിന് വേണ്ടത്. അപ്പൊ സാലിയൻ ഫീച്ചേഴ്സിൽ എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? സാലിയൻ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ ആണ് മദർ ടങ്ക് എന്ന് പറയുന്നത്. അതായത് മദർ ടങ്കിലുള്ള എഡ്യൂക്കേഷൻ ആണ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാവരും മദർ ടങ്ങിൽ കേൾക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഗാന്ധിജി കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു ആശയം വളർത്തിയെടുക്കാൻ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷന് കഴിയുന്നുണ്ട്. അതാണ് സെക്കൻഡ് സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. തേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, ക്രാഫ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. അതായത് ഒരു കുട്ടി അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ജോലി കൂടി, ഒരു കൊട്ട നെയ്യാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ജോലികളും കൂടെ, ക്രാഫ്റ്റ് വർക്കും കൂടെ എഡ്യൂക്കേഷനോട് കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പഠനം കൊണ്ട് തന്നെ കുട്ടി സെൽഫ് റിലയന്റ് ആവുന്നുണ്ട്. അപ്പോൾ മദർ ടങ് പറഞ്ഞു, സിറ്റിസൺഷിപ്പ് പറഞ്ഞു, ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ പറഞ്ഞു, അടുത്തതാണ് സെൽഫ് റിലയൻസ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് ഈ ക്രാഫ്റ്റ് വർക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. ആ പൈസ കൊണ്ട് കുട്ടിക്ക് തന്നെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ സാധ്യമാക്കാം. അങ്ങനെയുള്ള ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടു ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണെന്ന് കണ്ടു. അതായത് നമ്മൾ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് ആണെന്ന് കണ്ടു. അതുപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി കണ്ടത്. അതായത് ഇറ്റ് ഷുഡ് ബി ഓൾ ദ ടോപ്പിക്സ് ഷുഡ് ബി റിലേറ്റഡ് ടു ലൈഫ് ആൻഡ് ലിവിങ്. പിന്നെ നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിനെ മൊത്തമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ്, അല്ലാണ്ട് ഒരു നോളജ് ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല, മറിച്ച് ഒരു ഇൻഡിവിജ്വൽ ആസ് എ ഹോൾ കൺസിഡർ ചെയ്യാനാണ് വാർത്താ കമ്മീഷൻ പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്ങിന്, മോറൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർക്കും സ്റ്റുഡന്റിനും അനുസരിച്ച് നമ്മുടെ ആ എഡ്യൂക്കേഷൻ പ്ലാനിലൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ ഒരു പോയിന്റാണ് നോൺ വയലൻസ് എന്നുള്ളത്. നോൺ വയലൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗാന്ധിജി നോൺ വയലൻസിന്റെ ആളാണ്. അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക് എഡ്യൂക്കേഷന്റെ മെയിൻ എയിമായിട്ട് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഇത് ടോട്ടലി ഒരു നമ്മുടെ അത്ര നാളും റെലവെന്റ് ആയിരുന്ന അല്ലെങ്കിൽ പ്രിവെയിൽ ആയിരുന്ന ബ്രിട്ടീഷ് എഡ്യൂക്കേഷനെ മാറ്റിക്കൊണ്ട് ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ വളർത്തിയെടുത്തു. അല്ലെങ്കിൽ ഒരു എങ്ങനെ ആവണം നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷനെ കാണേണ്ടത് എന്നുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നെയ്ത്താലിം അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗാന്ധിജി കൊണ്ടുവന്ന ഈ ഒരു സംഭവം. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ, അതിന്റെ ഒരു ചെറിയൊരു ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി. അതായത് ഗാന്ധിജിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ബേസിക് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ മറ്റു പേരുകൾ എന്തെല്ലാമാണ്, അതിന്റെ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് ഹിസ്റ്ററി എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അത് കഴിഞ്ഞാൽ ഒരു ഹെഡിങ് എഴുതി സാലിയൻ ഫീച്ചേഴ്സ് എഴുതാം. സാലിയൻ ഫീച്ചേഴ്സ് കഴിഞ്ഞാൽ റെലവൻസി ഇൻ ദ മോഡേൺ വേൾഡ്. അപ്പോൾ ഓരോ സാലിയൻ ഫീച്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ മദർ ടങ് ആണെങ്കിൽ മദർ ടങ്ങിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മദർ ടങ്ങിലാണ് ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇപ്പം തന്നെ റിസർച്ചിലൂടെ പലരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു സിസ്റ്റവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു സിസ്റ്റമാണ് ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെലവൻസിയിൽ നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞ ഓരോ കാര്യവും ഒന്ന് റീഫ്രെയിം ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് റെലവൻസിയിൽ ചെയ്യേണ്ടത്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബേസിക് എഡ്യൂക്കേഷൻ? നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അതേ കാര്യം എഴുതാം. വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ഇറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രിവെയിലിംഗ് S&T എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാം. മദർ ടങ് വേണം, ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതാം. ആസ് എ ഹോൾ ആണ്, നോൺ വയലൻസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ പ്രിവെയിലിംഗ് S&T എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചറിനെയും സ്റ്റുഡന്റിനെയും അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള, ഇതെല്ലാം അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ്. ടീച്ചറിനെയും സ്റ്റുഡന്റിനെയും അനുസരിച്ചാണ് അത് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വെറും കൊട്ട നിർമ്മാണം മാത്രമല്ല. നമുക്കിപ്പം S&T എന്ന് പറയുന്നത് വളരെയധികം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇപ്പൊ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെയധികം പെട്ടെന്ന് വികസിച്ചുണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതില് പ്രാവീണ്യം നേടാനുള്ള കോഴ്സസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. അതായത് ആ ഒരു ടീച്ചർ കുട്ടിക്കും നീഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള S&T ഫീൽഡിലുള്ള ജോബ്സ് ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു മെയിൻ ടോപ്പിക്കാണ്. നിങ്ങൾ കണ്ടല്ലോ 2 തവണ അത് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അത്രേ ഇതിൽ കാര്യമായിട്ടുള്ളൂ. ലാസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് എ കമ്പാരിറ്റീവ് അക്കൗണ്ട് ഓൺ വേദിക്, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇതിലെന്തായിരിക്കും, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വേദിക് എഡ്യൂക്കേഷനെ കുറിച്ച് 5-6 വരിയിൽ കുറച്ച് പോയിന്റ്സ് എഴുതുക, ബുദ്ധിസ്റ്റിൽ കുറച്ച് പോയിന്റ്സ് എഴുതുക, ജെയിനിസ്റ്റിൽ കുറച്ച് പോയിന്റ് എഴുതുക. അപ്പോൾ ആ 3 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞാൽ വേദിക് എഡ്യൂക്കേഷൻ, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ, ജെയിനിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കോളമാക്കിയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് ഇതുപോലെ വേദിക്കും ബുദ്ധിസ്റ്റും ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 മാത്രം എഴുതുക. വേദിക്കും ജെയിനിസ്റ്റും ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ തരത്തിൽ അതിനെ കമ്പയർ ചെയ്യുക. അതായത് എയിമിനെ വിത്ത് റെസ്പെക്ട് ടു കമ്പയർ ചെയ്യുക. നോക്കുവാണെങ്കിൽ വേദിക്കില് വേദങ്ങൾ പഠിപ്പിക്കലാണ്, അതുപോലെ തന്നെ വെൽഫെയർ ട്രെയിനിങ് ആണ് വേദിക് എഡ്യൂക്കേഷന്റെ എയിമായിട്ട് ഉള്ളത്. ബുദ്ധിസ്റ്റിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അഷ്ടാംഗ മാർഗവും അറ്റൈനിങ് സാൽവേഷൻ അല്ലെങ്കിൽ മോക്ഷം കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് എഡ്യൂക്കേഷന്റെ എയിമായിട്ട് ബുദ്ധിസം കാണുന്നത്. ജൈനിസം ആണെങ്കിലും അറ്റൈനിങ് മോക്ഷമാണ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ജൈനിസ്റ്റ് എഡ്യൂക്കേഷന്റെ എയിം. അങ്ങനെ ഓരോന്നിലെയും കരിക്കുലം ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പ്ലേസ് ഓഫ് സ്റ്റഡി എവിടെയാണ്, സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെയാണ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്, വിമൺ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ടീച്ചേഴ്സ് ആരൊക്കെയാണ്, മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താണ്, ലേണിംഗ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ കോളമാക്കി എഴുതി വെക്കുക. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ്. ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് നോക്കി വെക്കാം ലേണിംഗ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ പോയിന്റ് ആയിട്ട് ബുദ്ധിസത്തിൽ ഇതാണ്, ജൈനിസത്തിൽ ഇതാണ്, വേദിക്കിൽ ഇതാണ് എന്നുള്ള തരത്തിൽ പഠിച്ചു വെക്കുക. അതൊന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു കോളമായിട്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5th ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ബുദ്ധിസം, ജൈനിസം, വേദിക് എഡ്യൂക്കേഷൻ, ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് കാര്യമായിട്ട് പഠിക്കുക. പിന്നെ ബേസിക് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ, അത് തന്നെയാണ് ബേസിക് എഡ്യൂക്കേഷൻ. ആ ഒരു സംഭവത്തിനെ കുറിച്ചും വളരെ കാര്യമായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് നോക്കി പോവുക എന്നുള്ളതാണ് 5th യൂണിറ്റിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഈ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ 6th മുതൽ 10th വരെയുള്ള യൂണിറ്റിലെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം.
ഓക്കെ, അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.